ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള ഗുണങ്ങൾ ചെയ്യുന്നുള്ള രീതിയിൽ. സോ നടക്കുന്നത് എത്ര സ്റ്റെപ്പ് നടക്കണം? പലരും എന്നും ചോദിക്കേണ്ടത് എത്ര സ്റ്റെപ്പ് നടക്കണം, എത്ര കിലോമീറ്റർ നടക്കണം എന്നുള്ളത്. എല്ലാവരുടെ കയ്യിലും ബാൻഡ് അല്ലെങ്കിൽ വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. സാധാരണ രീതിയിൽ നിങ്ങളുടെ കൗണ്ട് ഒന്ന് എടുത്താൽ മതി. അവിടെ നിന്ന് നിങ്ങളുടെ ആരോഗ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. സോ നിങ്ങളൊരു 10,000 സ്റ്റെപ്സ് ഒക്കെ നടക്കുന്ന ഒരാളാണ് എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഹെൽത്തി ആയിരിക്കും. അത് ഒരു രീതിയിലുള്ള സംശയമില്ല. ഒരുമാതിരിപ്പെട്ടുള്ള അസുഖങ്ങളെല്ലാം തന്നെ ഹാർട്ട് ഡിസീസസ്, അതേപോലെ തന്നെ ഡിമെൻഷ്യ പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരും. നിങ്ങളൊരു 10,000 സ്റ്റെപ്പിന് മുകളിൽ നടക്കുകയാണെങ്കിൽ, 10,000 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 കിലോമീറ്ററിന് മുകളിൽ വരും. നമുക്ക് നടക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. നിങ്ങളൊരു 5,000, 6,000 സ്റ്റെപ്പിനൊക്കെ താഴെയാണ്, അല്ലെങ്കിൽ ഒരു 2,000, 3,000 സ്റ്റെപ്പൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരും. എസ്പെഷ്യലി ഹാർട്ട് ഡിസീസ് എല്ലാം തന്നെ ഉണ്ടാവും ഭാവിയിൽ. അപ്പോൾ നടത്തം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരുടെ കയ്യിലും സ്മാർട്ട് വാച്ച് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ട്രാക്ക് ചെയ്യും. ഈസിയാണ്, ഫോണിൽ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യും. സോ എല്ലാ ദിവസവും നിങ്ങളുടെ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 7,000, 8,000 സ്റ്റെപ്പെങ്കിലും നടക്കുക. ഒരു 10,000, 12,000 സ്റ്റെപ്പെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ യു ആർ ഹെൽത്തി. ഫോക്കസ് ഓൺ ഇറ്റ്. നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ഹെൽത്ത് റിസൾട്ട് ഉണ്ടാകും.